പോരാട്ടം 3. നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞു, നാളെ പോകാം. അത്താഴം കഴിഞ്ഞ് പാലോട്ട് പണിക്കർ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് ഉറങ്ങാൻ പോയി. ചന്തു, അമ്പു അവരായിരുന്നു ശിഷ്യന്മാർ. ഇരുവർക്കും 10 വയസ്സേ ആയിരുന്നുള്ളൂ. അതിനിടയ്ക്ക് അഭ്യാസം പൂർത്തിയായിരുന്നു. ഗുരുവിനെ ഈശ്വരനെപ്പോലെ കരുതിയിരുന്നു 2 കുട്ടികളും. അവരുടെ ദേഹം എണ്ണ തേച്ച് മയപ്പെടുത്തിയത് അദ്ദേഹമാണ്. ഇഷ്ടം പോലെ വളയ്ക്കുക, തിരിക്കുക, ആ നില വരുത്തിയത് അദ്ദേഹമാണ്. 2 കുട്ടികൾക്കും പയറ്റിൽ ജന്മവാസനയുണ്ട്. അത് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു പണിക്കർ. എത്ര ക്ഷണത്തിലാണ് അവർ പഠിക്കുന്നത്. ഓട്ടം, ചാട്ടം, മലക്കം, അതൊക്കെ അവർ ചെയ്യുന്നതിന് പ്രത്യേകം ഭംഗിയുണ്ട്. വാള്, ചുരിക, ഗദ, കുന്തം, മുച്ചാൺവടി, അവയുടെ പ്രയോഗം ഒക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. കൊല്ലം തോറും ഇടവപ്പാതി തുടങ്ങിയാൽ അവർ ഉഴിച്ചിൽ നടത്തും. അഭ്യസിച്ച വിദ്യകൾ പിന്നെയും പിന്നെയും പരിശീലിക്കും. പണിക്കർ സദാ കൂടെ നിൽക്കും. അദ്ദേഹത്തിന് എത്രയോ ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. എങ്കിലും ഏറ്റവും സ്നേഹം ഈ 2 കുട്ടികളോടുമാണ്. പഠിക്കേണ്ടതെല്ലാം 10 വയസ്സിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞു. ഇത്ര സാമർഥ്യം ആർക്കും കണ്ടിട്ടില്ല. ചന്തുവും അമ്പുവും ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറക്കം വരും? കഴിഞ്ഞ 6 വർഷം ഒന്നിച്ചായിരുന്നു. പഠിത്തം, ഊണ്, ഉറക്കം എല്ലാം ഒരുമിച്ചാണ്. തമ്മിൽ അത്ര കണ്ട് സ്നേഹമാണ്. എങ്ങനെ പിരിഞ്ഞ് താമസിക്കും? രാവിലെ അവർ ഓരോ വഴിക്ക് പോകും. ഒരു കുട്ടി മരിക്കാൻ, മറ്റേ കുട്ടി ജീവിക്കാൻ. മരിക്കാൻ പോകുന്നത് അമ്പുവാണ്. മരിക്കുന്ന തീയതി, രീതി അവ കാലേ കൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞ് മാമാങ്കം നടക്കും. അപ്പോൾ അവൻ മരിക്കും. മാമാങ്കം, അത് ഓർമ്മിക്കുമ്പോൾ അമ്പുവിൻ്റെ മേലാകെ കോരിത്തരിക്കും. മാമാങ്കത്തിൽ മരിക്കുക, അതിൽ കൂടുതൽ ഒരു ഭാഗ്യമുണ്ടോ? പക്ഷേ മാമാങ്കത്തിന് ഇനിയും 2 വർഷമുണ്ട്. അത്ര കാലം എങ്ങനെ കാത്തു കഴിക്കും? ചാവേർ കുടുംബക്കാരനാണ് അമ്പു. മാമാങ്കം, ചാവേർ, ഇവ തമ്മിൽ ഒരു ബന്ധമുണ്ട്. കെങ്കേമമായ ഒരു ഉത്സവമാണ് മാമാങ്കം. പണ്ട് പണ്ടേ നടപ്പുള്ള ഉത്സവമാണ്. പണ്ടെന്ന് വെച്ചാൽ പെരുമാക്കന്മാരുടെ കാലത്ത്. ഒടുവിലത്തെ പെരുമാളെ കാണാതായെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായി? മാമാങ്കത്തിൻ്റെ മേലാധികാരം ഒരു രാജാവിനായി. വള്ളുവക്കോനാതിരി, അതായിരുന്നു ആ രാജാവിൻ്റെ സ്ഥാനപ്പേർ. തിരുനാവായിലാണ് മാമാങ്കം. അവിടം വള്ളുവക്കോനാതിരിയുടെ കീഴിലായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് ഒരു സാമൂതിരി ആ അധികാരം കൈയേറിയത്രേ. വള്ളുവക്കോനാതിരിയെ വധിക്കുകയും ചെയ്തത്രേ. അന്നു മുതൽ സാമൂതിരിയായി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ. മറ്റെല്ലാ രാജാക്കന്മാരും ആ അധികാരം സമ്മതിക്കണം. അതിൻ്റെ അടയാളമായി കൊടി അയക്കണം. അതായിരുന്നു സാമൂതിരിയുടെ നിർദ്ദേശം. അടുത്ത വള്ളുവക്കോനാതിരി കൂട്ടാക്കിയില്ല. അദ്ദേഹം കൊടി അയച്ചില്ല. പകരം ഭടന്മാരെ അയച്ചു. എന്തിന്? സാധിക്കുമെങ്കിൽ സാമൂതിരിയെ കൊല്ലാൻ. പക്ഷേ അതെങ്ങനെ സാധിക്കാനാണ്? സാമൂതിരി നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കും. ഏറനാട്ടിലെ 30,000 പടയാളികൾ, പോളനാട്ടിലെ 10,000 പടയാളികൾ, മറുനാടുകളിലെ 1000 പടയാളികൾ. അവർ അങ്ങനെ മുമ്പിൽ അണിനിരന്ന് നിൽക്കും. അത്രയും പടയാളികളെ കൊന്നാലേ സാമൂതിരിയെ അടക്കാനൊക്കൂ. 30-40 ചാവേർ ഭടന്മാർ വിചാരിച്ചാൽ എന്ത് നടക്കാനൊക്കും? എങ്കിലും എല്ലാ മാമാങ്കത്തിലും ചാവേർ വന്നുകൊണ്ടിരുന്നു, കൊല്ലപ്പെട്ടുകൊണ്ടുവരുന്നു. കഴിയുന്നിടത്തോളം എതിരാളികളെ കൊല്ലണം. അങ്ങനെ വള്ളുവക്കോനാതിരിയുടെ മാനം കാക്കണം. അതായിരുന്നു ഉദ്ദേശം. മരിക്കാൻ അവർക്ക് ഭയമില്ല. അവരുടെ വീര്യം മാലോകർ അറിഞ്ഞാൽ മതി. ചാവേർ കുടുംബക്കാരനാണ് അമ്പു. മാമാങ്കത്തിൽ വെട്ടിമരിക്കുക, അതാണ് അമ്പുവിൻ്റെ ലക്ഷ്യം. അവൻ ആയുധവിദ്യ പഠിച്ചത് അതിനാണ്. അനേകം പേരെ കൊന്നിട്ട് വേണം അവന് മരിക്കാൻ. നല്ല പോലെ പയറ്റ് പഠിച്ചാലല്ലേ അത് സാധിക്കൂ. പാലോട്ട് പണിക്കരായിരുന്നു അന്നത്തെ ഏറ്റവും പ്രസിദ്ധനായ ഗുരു. അതുകൊണ്ടാണ് അമ്പുവിൻ്റെ അച്ഛൻ അവനെ അങ്ങോട്ടയച്ചത്. അമ്പുവിനെ പഠിപ്പിക്കുമ്പോൾ പണിക്കർക്ക് വ്യസനം തോന്നാറുണ്ട്. ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് എന്തു പ്രയോജനം? അവൻ 12 വയസ്സാകുമ്പോൾ മാമാങ്കം നടക്കും. അപ്പോൾ അവൻ മരിക്കും. എന്നിട്ടും പഠിപ്പിക്കാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. പഠിക്കാൻ അവന് എന്തൊരാഗ്രഹമാണ്, എന്തൊരു ജന്മവാസനയാണ്. പയറ്റുമ്പോൾ ചില സമയം അവന് പരിക്കേൽക്കും. അവൻ ഒന്ന് ഞരങ്ങുക പോലുമില്ല. ആ കൊച്ചു മുഖത്ത് നോക്കുമ്പോൾ പണിക്കരുടെ കണ്ണുകൾ നനയാറുണ്ട്. എന്തൊരു മുഖശ്രീ! കളങ്കം എന്നത് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ആ ചുണ്ടുകൾ, മൂക്ക്, കണ്ണുകൾ, നെറ്റി, ഹാ, അവയ്ക്കെല്ലാം എത്ര ഭംഗിയാണ്! ദേഹമോ തങ്കത്തിൽ കടഞ്ഞെടുത്തതുപോലെ. കഷ്ടം. അവന് 12 വയസ്സുവരെ മാത്രമേയുള്ളൂ ജീവിതം. ഒരിക്കൽ പണിക്കരുടെ സങ്കടം അടക്കാൻ വയ്യാതായി. അദ്ദേഹം അമ്പുവിനെ മാറോടണച്ചു. അമ്പു, നീ മാമാങ്കത്തിന് പോകേണ്ട. എനിക്ക് മക്കളില്ല. മകനെപ്പോലെയാണ് നീ. കുറച്ചു കാലം കഴിയട്ടെ. അപ്പോൾ നീ വേണം ഈ കളരി നടത്താൻ. അമ്പു പണിക്കരെ ഉറ്റുനോക്കി. ആ നീണ്ട നീലമിഴികളിൽ വിഷാദം നിഴലിച്ചു. ഗുരുനാഥ, അക്കാര്യം മാത്രം പറയരുതേ.
എന്തു ഗുരുദക്ഷിണയും ആവശ്യപ്പെട്ടുകൊള്ളണം. ഞാൻ തരാം. ഇതു മാത്രം വയ്യ. പണിക്കർ കാര്യം കൈവിട്ടു. അമ്പു മരിക്കുകയേയുള്ളൂ. എന്തു ചെയ്യാം? ചന്തുവെങ്കിലും ജീവിക്കട്ടെ. അവൻ എവിടുത്തുകാരനോ? ചീനക്കപ്പിത്താൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് മേടിച്ചതാണ്. എങ്കിലും അവനെയും പണിക്കർ അതിയായി സ്നേഹിച്ചു. പണിക്കർ ചന്തുവിൻ്റെ തുട കീറി മന്ത്രം അടങ്ങിയ ചെമ്പ് തകിട് വെച്ചു തുന്നിക്കെട്ടി. ചന്തു ആയുധമേറ്റ് മരിക്കുകയില്ല. അത്ര ശക്തിയുള്ളതാണ് മന്ത്രം. അമ്പു, നീ മാമാങ്കത്തിന് പോകേണ്ട. നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ഒരിക്കൽ ചന്തു പറഞ്ഞു. മാമാങ്കത്തിൽ വെട്ടിമരിക്കുന്നത് എൻ്റെ അവകാശമാണ്. പാടില്ലെന്ന് പറയാൻ നിനക്ക് അധികാരമില്ല. അമ്പു തെല്ലൊരു നീരസത്തോടെ മറുപടി പറഞ്ഞു. നീ മരിക്കുന്നത് ആലോചിക്കാൻ പോലും വയ്യ. എനിക്ക് ഭയമാകുന്നു, ചന്തു അറിയിച്ചു. അമ്പു ഉറ്റ ചങ്ങാതിയുടെ കൈ പിടിച്ചു. മുഖത്ത് ഉറ്റുനോക്കി. മരിക്കുന്നതിൽ ഭയപ്പെടാനുണ്ടോ ചന്തു? കഷ്ടം. നീ ഇത്ര പേടിക്കൊടലോ? എന്നെപ്പറ്റി എനിക്ക് പേടിയില്ല. നിന്നെപ്പറ്റിയാണ് അമ്പു. നീ മരിച്ചാൽ എനിക്ക് സഹിക്കയില്ല. ചന്തുവിൻ്റെ സ്വരം ഇടറി. ചന്തു, നീ പോയി ജീവിക്ക്, ഞാൻ പോയി മരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം, മാമാങ്കത്തിന് നീയും വരണം. ഞാൻ വെട്ടിമരിക്കുമ്പോൾ നീ അരികത്ത് വേണം, അമ്പു അപേക്ഷിച്ചു. ചന്തു ഉത്തരം പറഞ്ഞില്ല. അവൻ വല്ലാതെ സങ്കടപ്പെട്ടു നിന്നു. വാഗ്ദാനം ചെയ്യൂ ചന്തു, അല്ലാതെ ഞാൻ വിടില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ വരണം, അമ്പു നിർബന്ധം പിടിച്ചു. പാവം ചന്തു, എന്തു ചെയ്യാം? അവന് വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. അമ്പു, മാമാങ്കത്തിന് ഞാൻ വരാം. അത്ര കണ്ട് സ്നേഹമാണ് കുട്ടികൾ തമ്മിൽ. അടുത്തടുത്ത് കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. ചന്തു ആലോചിക്കുന്നത് അമ്പുവിനെ പറ്റിയാണ്, അമ്പു ചന്തുവിനെ പറ്റിയും. പുലർച്ചയ്ക്ക് അവർ പിരിഞ്ഞു പോകും. 2 വർഷം കഴിഞ്ഞിട്ടേ തമ്മിൽ കാണൂ. അപ്പോഴേ മാമാങ്കം നടക്കൂ. നേരം പുലർന്നു. യാത്ര പറയാൻ സമയമായി. കുട്ടികൾ ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അദ്ദേഹം അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമ്പു തൊഴുകൈയോടെ പറഞ്ഞു, ഗുരുനാഥ, ചന്തു മാമാങ്കത്തിന് വരും. അങ്ങും വരണം. ഈ ശിഷ്യൻ വീരനായി മരിക്കുന്നത് കാണണം. ഒന്ന് തീർച്ചയാണ്, ഞാൻ അങ്ങയുടെ മാനം കാക്കും. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വരാമെന്ന് വാഗ്ദാനം ചെയ്യണം. പണിക്കരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കണ്ണീരിലൂടെ അദ്ദേഹം അമ്പുവിനെ നോക്കി. എൻ്റെ കുഞ്ഞേ, നീ മരിക്കുന്നത് കാണാൻ ഞാൻ വരും. അമ്പുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് ചെന്താമര പോലെ വികസിച്ചു. പണിക്കർ അവനെ മുറുകെ പുണർന്നു. പിന്നീട് ചന്തുവിനെയും. കുട്ടികൾ കുനിഞ്ഞു. ഗുരുവിൻ്റെ പാദങ്ങൾ 3 തൊട്ട് കണ്ണിൽ വെച്ചു. എന്നിട്ട് തമ്മിൽ ആലിംഗനം ചെയ്തു. തിരിഞ്ഞു നടന്നു. പടിയിറങ്ങി. എതിർവശങ്ങളിലേക്ക് നടന്നുപോയി. ചന്തു ജീവിതത്തിലേക്ക്, അമ്പു മരണത്തിലേക്ക്. പണിക്കർ അവരെ മാറി മാറി നോക്കി. അദ്ദേഹത്തിന് സങ്കടം സഹിക്കവയ്യാതായി. മുഖം പൊത്തിക്കരഞ്ഞു. അതെ, ചന്തു ജീവിക്കാൻ പോവുകയാണ്. 2 വർഷം തനിയെ ജീവിക്കണം. പരിചയം സമ്പാദിക്കണം. കരുത്ത് നേടണം. എന്നിട്ട് മടങ്ങി വരണം. കുറെ കഴിഞ്ഞ് ഗുരുവിൽ നിന്ന് കളരി ഏറ്റെടുത്ത് നടത്തണം. അത് ഗുരുവിൻ്റെ ആഗ്രഹമായിരുന്നു. ചന്തു കുട്ടിയാണ്. എങ്കിലെന്ത്, നല്ലപോലെ ആയുധവിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്. പോരെങ്കിൽ മന്ത്രമടക്കിയ ചെമ്പ് തകിടുമുണ്ട് തുടയിൽ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന കാലം. ആയുധം കൊണ്ട് നേടാം പണം, പദവി എല്ലാം. അവ ചന്തുവിനു വേണ്ടി കാത്തു നിന്നിരുന്നു. 3-ാം ദിവസം അവനെ സമീപിക്കുകയും ചെയ്തു. എതിരെ വരികയായിരുന്നു ഒരു കിഴവി. അവർ കരയുന്നുണ്ടായിരുന്നു. എന്തിനാണ് മുത്തശ്ശി കരയുന്നത്? ചന്തു ചോദിച്ചു. കുഞ്ഞേ, എൻ്റെ വസ്തുക്കളെല്ലാം അയൽ വീട്ടുകാർ കൈയടക്കി, കിഴവി പറഞ്ഞു. അവർക്ക് അവകാശപ്പെട്ടതാണത്രേ. തർക്കമുണ്ടെങ്കിൽ അംഗം വെട്ടി തീർക്കണം പോലും. അവർക്ക് പണമുണ്ട്, ആൾബലമുണ്ട്. എനിക്ക് ആരുമില്ല എൻ്റെ കുഞ്ഞേ. പാവം കിഴവി വീണ്ടും കരഞ്ഞു തുടങ്ങി. ചന്തുവിന് ദയ തോന്നി. ആൺമക്കളില്ലേ മുത്തശ്ശിക്ക്? അവൻ ചോദിച്ചു. ഒരു മകനുണ്ടായിരുന്നു. പട്ടാളത്തിലായിരുന്നു. പറങ്കികളോടുള്ള പടയിൽ മരിച്ചുപോയി. കണ്ണീരൊഴുക്കിക്കൊണ്ട് കിഴവി കടന്നുപോയി. ചന്തു ഒന്ന് ആലോചിച്ചു നിന്നു. നാട്ടുനടപ്പാണ് അംഗം വെട്ടൽ. തർക്കമുള്ള കക്ഷികൾക്ക് തമ്മിൽ അംഗം വെട്ടാം. അംഗത്തിൽ ജയിക്കുന്ന കക്ഷിക്കാണ് തർക്കത്തിലും ജയം. എന്നാൽ എല്ലാ കക്ഷികളും നേരിട്ട് അംഗം വെട്ടി എന്ന് വരില്ല. ദീനം പിടിച്ച കക്ഷികൾ കാണും, അല്ലെങ്കിൽ വയസ്സ് ചെന്നവർ. അപ്പോഴോ ഒരു ചേകോനെ ഏർപ്പെടുത്താം. ചേകോൻ്റെ തൊഴിലാണ് അംഗം വെട്ടൽ. ആർക്കു വേണ്ടിയും അയാൾ അംഗം വെട്ടിക്കൊള്ളും. ഒരു പണക്കിഴി കൊടുക്കണം എന്നേയുള്ളൂ. ജയിച്ചാൽ ചേകോന് പണക്കിഴി സ്വന്തമാകും. ചത്താൽ അവൻ്റെ വീട്ടുകാർക്ക് കിട്ടും. അത്രയുള്ളൂ വ്യത്യാസം. ചന്തു തിരിഞ്ഞു നടന്നു. കിഴവിയുടെ അടുത്തെത്തി. മുത്തശ്ശി, ഒട്ടും ദുഃഖിക്കേണ്ട. ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി അംഗം വെട്ടാം. കിഴവി പകച്ചു നിന്നു. അവർ ചന്തുവിനെ ശ്രദ്ധിച്ചു നോക്കി. അടി തൊട്ട് മുടി വരെ. നിനക്ക് ഭ്രാന്തുണ്ടോ കുഞ്ഞേ? കോമുച്ചേകോനാണ് എതിർ കക്ഷിക്ക് വേണ്ടി അംഗം വെട്ടുന്നത്. ആ പേര് കേട്ടാൽ മതി, ചേകോന്മാർ കൂടി പേടിച്ചു പോകും. അത്ര ഭയങ്കരനാണ് അവൻ. എന്നിട്ടാണ് നീ. മീശ കുരുക്കാൻ ഇനിയും എത്ര വർഷം വേണം?
കിഴവി കടന്നുപോയി. ചന്തു വഴി ചെറുത്തു. മുത്തശ്ശി, കോമുച്ചേകോനാണെങ്കിലും ശരി, അവൻ്റെ മുത്തശ്ശൻ ചേകോനായാലും ശരി, എനിക്ക് പേടിയില്ല. എന്താ, വിശ്വാസം വരുന്നില്ല അല്ലേ? ശരി, എൻ്റെ അഭ്യാസം ഒന്ന് കാണിച്ചു തരാം. അടുത്തൊരു വലിയ കരിങ്കൽ കഷ്ണം കിടന്നിരുന്നു. ചന്തു കാലുകൊണ്ട് ഒന്ന് തോണ്ടി. കരിങ്കല്ല് മുകളിലേക്കുയർന്നു. ചന്തു നിലത്ത് നിന്ന് ചാടി. കരിങ്കല്ലിൻ്റെ പിറകെ പറന്നു. 3 നാൾ പൊക്കത്തിൽ വെച്ച് ഒരു വെട്ട്. കരിങ്കല്ല് 2 കഷണം. മുത്തശ്ശിയുടെ കണ്ണ് തള്ളി. കണ്ടോ അഭ്യാസം? അതും 10 വയസ്സുള്ള ചെക്കൻ. ഇവൻ സാധാരണക്കാരനല്ല. കിഴവി പറഞ്ഞു, കുഞ്ഞേ, എനിക്ക് സമ്മതം തന്നെ. നീ എൻ്റെ ചേകോനായി അംഗം വെട്ടു. അങ്കത്തീയതിയായി. അങ്കത്തട്ടിന് ചുറ്റും കാണികൾ നിറഞ്ഞിരുന്നു. അംഗമുണ്ടെങ്കിൽ ജനങ്ങളും എത്തും. അത് അവർക്ക് ഒരു ഉത്സവം പോലെയാണ്. ചോര ചാടുന്നത് കാണാൻ ബഹുരസമാണ്, ചാവുന്നത് കാണാനും. കോമുച്ചേകോൻ അങ്കത്തട്ടിൽ കയറി. കരി പോലെ കറുത്ത ഒരു ഭയങ്കരൻ. 6.5 അടി പൊക്കം വരും. അതിനൊത്ത വണ്ണവും. കാരിരുമ്പ് എന്ന് തോന്നും ദേഹം. ചുവന്ന വട്ടക്കണ്ണുകളുണ്ട്. മിഴികൾ ഉരുളുന്നത് കണ്ടാൽ പേടിച്ചു പോകും. അയാൾ അങ്കത്തട്ടിൽ ഒന്ന് വലം വെച്ചു. എന്നിട്ട് വടക്കരികിലായി മാറി നിന്നു. തെക്കേ അരികിലൂടെ ചന്തു കയറി. കാണികൾ അന്യോന്യം നോക്കി. ഈ ചെറിയ ചെക്കനോ കോമുച്ചേകോവനോട് അംഗം വെട്ടുന്നത്? നന്നായി. കോമുച്ചേകോൻ്റെ ഒരു വെട്ടിന് ഇവൻ ഉത്തരം പറയുമോ? കുട്ടിയായ എതിരാളിയെ കണ്ട് കോമുച്ചേകോൻ പൊട്ടിച്ചിരിച്ചു. മുലകുടി മാറാത്ത ചെക്കൻ വന്നിരിക്കുന്നു എന്നോട് അംഗം വെട്ടാൻ. എടാ ചെക്ക, നീ എന്നെപ്പറ്റി കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. 101 അംഗം ജയിച്ചവനാണ് ഞാൻ, മനസ്സിലായോ? ഒട്ടും കൂസൽ കൂടാതെ ചന്തു പറഞ്ഞു. അപ്പോൾ ഇന്ന് 102ാമത്തെ അംഗമാണ് അല്ലേ? ശരി, നിങ്ങൾ 103ാമത്തെ അംഗം വെട്ടുകയില്ല. കോമുച്ചേകോന് ദേഷ്യം വന്നു. ആഹാ, അത്രയ്ക്കായോ? എടാ ചെക്ക, നിനക്ക് ചാകാൻ ഇത്ര മോഹമോ? നിന്റെ മോഹം ഇപ്പോൾ സാധിച്ചു തരാം. അയാൾ മുന്നോട്ട് കുതിച്ചു. ചന്തുവിനെ ആഞ്ഞു വെട്ടി. കുട്ടിച്ചേകോൻ്റെ കഥ തീർന്നു. അങ്ങനെ കരുതി കാണികൾ. പക്ഷേ വെട്ടേറ്റത് ചന്തുവിനല്ല, വായുവിനായിരുന്നു. അങ്കത്തട്ടിൻ്റെ മറുവശത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ചന്തു. കോമുച്ചേകോന് അരിശം കയറി. അയാൾ കുതിച്ചു ചാടി തെരുതെരെ വെട്ടിത്തുടങ്ങി. ഒരൊറ്റ വെട്ട് ഏൽക്കേണ്ടേ ചന്തുവിന്. മിന്നൽ പോലെ ചുവടുവെച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു അവൻ. കാണികൾക്ക് ഉത്സാഹം കയറി. കണ്ടതുപോലെ അല്ലല്ലോ ഈ ചെക്കൻ. എത്ര പെട്ടെന്നാണ് കാര്യം നടന്നത്. എന്തു പയറ്റുമുറയാണ് ചന്തു കാണിച്ചത്? ആരും കണ്ടില്ല. അതാ ചത്തു മലച്ചു കിടക്കുന്നു കോമുച്ചേകോൻ. പണക്കിഴിയും കൊണ്ട് ചന്തു നടന്നുപോയി. പുറകെ കൂടി കുറേ കുട്ടികൾ. 20ഓളം കുട്ടികൾ വരും. ചന്തു തിരിഞ്ഞു നിന്നു. പിന്തുടരുന്ന കുട്ടികളെ ശ്രദ്ധിച്ചു. അവൻ്റെ പ്രായമാണ് പലർക്കും. ചില കുട്ടികൾ അതിലും ചെറിയവർ. ചിലർക്ക് കീറിപ്പറഞ്ഞ തോർത്തുകളുണ്ട്, ചിലർക്ക് അതുമില്ല, കോണകം മാത്രം. എല്ലാവരും മെലിഞ്ഞ് എല്ലുന്തിയവർ. അവർക്കാർക്കും ഉടയവരില്ല. മുമ്പ് അച്ഛനമ്മമാരും അമ്മാവന്മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ പടവെട്ടി മരിച്ചിരുന്നു. അമ്മമാരും ഇല്ല. കുട്ടികളെ രക്ഷിക്കാൻ ആളില്ല. വീടൊക്കെ അടുത്ത വീട്ടുകാർ കൈയടക്കിയിരിക്കുന്നു. കുട്ടികൾ തെണ്ടിത്തിരിഞ്ഞു, ശരണമില്ലാതെ, നായ്ക്കുട്ടികളെപ്പോലെ മോഷ്ടിച്ചും പിച്ചതെണ്ടിയും ജീവിക്കുകയാണ്. അവരുടെ വയർ ഒട്ടിക്കിടക്കുന്നു. അന്നേ ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. ചന്തുവിന് അത് തീർച്ചയായി. അവൻ പണക്കിഴി അഴിച്ചു. നാണയങ്ങൾ വാരി എറിഞ്ഞു. കുട്ടികൾ പെറുക്കിയെടുത്തു. ചന്തു ഒഴിഞ്ഞ കിഴിയുമായി നടന്നുപോയി. നാടാകെ പരന്നു ചന്തുവിൻ്റെ ഖ്യാതി. കുട്ടിച്ചേകോൻ, അങ്ങനെയാണ് അവൻ അറിയപ്പെട്ടത്. അംഗം വെട്ടാൻ പല ക്ഷണങ്ങളും കിട്ടി. ഒരു അംഗം കഴിഞ്ഞ് മറ്റൊരു അംഗം, അത് കഴിഞ്ഞ് വേറൊരു അംഗം. അങ്ങനെ അംഗം വെട്ടിക്കൊണ്ട് അവൻ നാട് ചുറ്റി. എപ്പോഴും അവനായിരുന്നു ജയം. അനേകം ചേകോന്മാർ അവനോടേറ്റ് കാലന്നൂർക്ക് പോയി. ചില ചേകോന്മാർ തോൽവി സമ്മതിച്ച് ജീവൻ രക്ഷിച്ചു. ചന്തുവിനും ചില പരുക്കുകളൊക്കെ പറ്റി. അത് അത്ര സാരമാക്കാനില്ല. മന്ത്രമുള്ള ചെമ്പ് തകിട് തുടയിലുണ്ട്. മരണഭയം ഇല്ല. കിട്ടുന്ന പണക്കിഴികൾക്ക് കണക്കില്ല. എന്നിട്ടും ചന്തുവിൻ്റെ കയ്യിൽ പണമില്ല. എല്ലായിടത്തും തെണ്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു. ചന്തു പണമെല്ലാം അവർക്ക് കൊടുക്കും. അവന് പണം വേണ്ട. ഇടത് കൈയിൽ പരിചയമുണ്ട്, വലത് കൈയിൽ വാളും. അവ മതി. 1 വർഷം അങ്ങനെ കഴിഞ്ഞു. അപ്പോഴാണ് കായംകുളത്ത് ഒരു അംഗം നടന്നത്. അംഗം കഴിഞ്ഞ് ഒരാൾ ചന്തുവിൻ്റെ പിറകെ കൂടി. ആരായിരുന്നു ആ ആൾ?